ആലപിക്കാനായി സിജി മിസ്സിനെ ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. By Dr. APJ Abdul Kalam. ജൂലൈ 27 കലാം ഡേ. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച അതുല്യ പ്രതിഭ. പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ, പ്രശസ്തനായ ചിന്തകൻ, അധ്യാപകൻ, അതേപോലെ മനുഷ്യസ്നേഹി, പകരം വയ്ക്കാൻ ആളില്ലാത്ത വ്യക്തിത്വം. ഇന്ന് മൗണ്ട് കാർമൽ സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാർമലിലെ കലാം എന്ന സെമിനാർ നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണല്ലോ. ഈ സെമിനാർ സംഘടിപ്പിക്കാൻ നമുക്ക് അവസരം തന്ന ബഹുമാനിയായ HM സിസ്റ്റർ ജെയിൻ ഇവിടെ സന്നിഹിതയാണ്. സിസ്റ്റർ നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന ശൈലി, നേതൃത്വ പാഠവും മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്തതാണ്. അത് തന്നെയാണ് നമ്മുടെ സ്കൂളിന്റെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. സിസ്റ്ററോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് മുഖ്യ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് ശ്രീ അബ്ദുൽ കലാം സാർ. സാർ നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും ആത്മാർത്ഥമായി ഇതുവരെ പങ്കെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സാർ ഏറ്റവും നല്ലൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിത്വമാണെന്ന് കൂടി പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെമിനാറിന്റെ പ്രധാന ആകർഷണം നിങ്ങൾ എല്ലാവരും കണ്ടു. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിക്കലാം, നമ്മുടെ കുട്ടിക്കലാമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന കുമാരി വന്ദന അജിയും, അതേപോലെ ഇന്ന് ഈ സെമിനാറിൽ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയ കൊച്ചു കൂട്ടുകാരും ഇവിടെയുണ്ട്. ഇവരെല്ലാം സ്വാഗതം ആശംസിക്കാനായി നമ്മുടെ ബഹുമാനിയായ HM സിസ്റ്റർ ജെയിനെ ഏറ്റവും ആദരവോടുകൂടെ ഞാൻ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. സ്വപ്നം അത് ഉറക്കത്തിലുള്ള സ്വപ്നമല്ല, എന്നാൽ അത് ഉറക്കം കെടുത്തുന്ന സ്വപ്നമാകണം. നമ്മളെല്ലാവരും സ്വപ്നം കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ, നാടിൻ്റെ, ഇന്ത്യയുടെ വലിയ സ്വപ്നത്തിനായിട്ട് നമ്മുടെ തന്നെ കഴിവുകൾ കൊടുക്കണമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് ആഹ്വാനം ചെയ്ത ശ്രീ APJ അബ്ദുൽ കലാമിൻ്റെ പാവനസ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്.
നമുക്കറിയാം, ഇപ്പൊ ഈ മഴക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കൊട്ടേഷൻ എന്നെ എപ്പോഴും സ്പർശിക്കുന്ന ഒരു കൊട്ടേഷനാണ്. മഴക്കാലത്ത് പക്ഷികൾ അതിൻ്റെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി മരങ്ങളിൽ അത് ഇടം തേടാറുണ്ട്. എന്നാൽ പരുന്ത് മഴയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മരത്തണലല്ല നോക്കുക, എന്നാൽ അത് മേഘങ്ങൾക്ക് മുകളിലേക്ക് പറക്കും. അത്രയും വളരെ ശക്തിയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ മരത്തണലിൽ കൊണ്ട് ഒഴിവാക്കുവാനായിട്ടല്ല പരുന്ത് ശ്രമിക്കുന്നത്, എന്നാൽ അതിനെ മേഘങ്ങളിലേക്ക് പറന്നുയർന്ന് അതിൻ്റെ പ്രതിബന്ധത്തെ നേരിട്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുവാനായിട്ടുള്ള ശ്രമമാണ് പരുന്ത് ചെയ്യുന്നത്. കുട്ടികളായിരിക്കുന്ന നിങ്ങൾക്കും നമുക്ക് ഏവർക്കും ഉൾക്കൊള്ളാനാവുന്ന ഒരു വലിയ കാര്യമാണത്. ജീവിതത്തിൻ്റെ വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണ്. നമുക്കറിയാം, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാ തരത്തിലും മനുഷ്യൻ വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഈ പരുന്തിൻ്റെ ഒരു മനോഭാവം നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് ഈ കലാം ഡേയുടെ സന്ദേശങ്ങൾ നമുക്കിടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നമ്മളെല്ലാവരും സ്വപ്നം കണ്ട് ആ സ്വപ്നം നമ്മളെ ഉറക്കം കെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെയും നാടിൻ്റെയും നന്മയ്ക്കായിട്ട് ഉയർന്നു പൊങ്ങി പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് ഈ ദിവസത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വിശാലിസ് പറഞ്ഞതുപോലെ തന്നെ അബ്ദുൽ കലാം സർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേരിൻ്റെ നാമകാരണമായിരിക്കുന്നവർ നമ്മൾക്ക് എപ്പോഴും ഒരു ഇൻസ്പിറേഷനാണ്. സാറിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളെ ശരിക്കും വിലയിരുത്തുമ്പോൾ വളരെ കുറച്ചു കാലമായുള്ള അതിനെപ്പറ്റി അറിവ് ലഭിച്ചിട്ട് ഈ പ്രതിസന്ധിയുടെ കാലത്ത് ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെല്ലാം പരുന്തിനെ പോലെ ആകാശത്തിലേക്ക് മേഘങ്ങൾക്ക് മുകളിലേക്ക് പറന്നുയർന്നുകൊണ്ട് തന്നെ തൻ്റെ നാമകാരണമായ APJ അബ്ദുൽ കലാമിൻ്റെ ആ വലിയ ശക്തി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാം, അദ്ദേഹം നമ്മുടെ ഒരു PTA അംഗം കൂടിയാണ്. അപ്പോൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ വിഷൻസും അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ ടോക്കുകളും ഒക്കെ കൊണ്ട് തന്നെ ഒരു വലിയ സമൂഹത്തെ സ്വാധീനിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. തിരക്കുകൾക്കിടയിൽ ഇന്നിവിടെ ആയിരിക്കുവാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും അദ്ദേഹം കാണിച്ച നല്ല മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടെ മോൺകാമൽ കുടുംബത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കുട്ടിക്കല വളരെ സ്മാർട്ട്. ആദ്യമായിട്ടാണ് സ്കൂൾ കാണുന്നത്. കുറിച്ച് കൊറോണ 2 വർഷത്തെ മക്കൾക്ക് സ്കൂൾ കാണാൻ പോലും അവസരമില്ലാത്ത രീതിയിൽ ഒരു പരിസ്ഥിതി സൃഷ്ടിച്ചിരിക്കുന്ന അവസരത്തിന് വളരെ സ്മാർട്ടായിട്ട് രാവിലെ ഞാൻ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ വാച്ച്മാൻ വാങ്ങും, ഒരു കുട്ടിയും അമ്മയും ഉണ്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത്ര നേരത്തെ അവിടെ എത്തുമെന്ന് അറിയില്ലായിരുന്നു. വളരെ താല്പര്യത്തോടു കൂടെ തന്നെ താൻ ഏറ്റെടുത്ത ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റി സന്തോഷത്തോടെ പ്രസന്റ് ആയിട്ട് ഇന്ന് ഈ പരിപാടിക്ക് മോഡറേറ്ററായിട്ട് ആയിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും മിടുമിടുക്കിയായ കൊച്ചുമിടുക്കിയായ വന്ദന അജിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടികളിൽ വിവിധ തീമുകളുമായിട്ട് കലാം സാറിൻ്റെ വിവിധ ഐഡിയകളുമായിട്ടുള്ള സെമിനാർ പേപ്പുകൾ ഇവിടെ അവതരിപ്പിക്കുന്ന കൊച്ചുമിടുക്കിമാരുണ്ട്, അവർ മാതാപിതാക്കളുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് ഈ പരിപാടിക്ക് നമുക്ക് കൃതജ്ഞത അർപ്പിക്കുന്ന കൃഷ്ണപ്രിയ നായർ മിടുക്കിയായിട്ട് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാ കൊച്ചുമക്കളും വളരെ സ്മാർട്ടായിട്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഏറ്റെടുത്ത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ, അതാണ് സ്കൂളിന് വലിയ ഒരു ശക്തി. അപ്പോൾ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന സോഷ്യൽ സയൻസിൻ്റെ അധ്യാപികമാരായിട്ടുള്ള UPയിലെ ടീച്ചേഴ്സാണ് കൂടുതൽ നേതൃത്വം. ഇവിടെ ഹൈസ്കൂളിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് സിസ്റ്റർ ബ്രണ്ട ഇവിടെ ഉണ്ട്, ലിസി ടീച്ചർ ഇവിടെ ആയിരിക്കുന്നു. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി ശ്രീ അബ്ദുൽ കലാം സാറിൻ്റെ പേരിൻ്റെ കാരണം നമുക്കറിയാം.
ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സാറിന് എന്താ പറയേണ്ടതെന്ന് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. സാറിനെ ഈ സെമിനാറിലേക്ക് ആശംസകൾ അറിയിക്കാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട മൗണ്ട് കാർമൽ കുടുംബത്തിലെ പ്രഥമാധികാരി സിസ്റ്റർ ജെയിൻ, കൂടെ എൻ്റെ പൊന്നുമക്കളായ ആയിഷ, ജുമാന, ഫാത്തിമ, ജുസൈമ, എൻ്റെ പൊന്നുമക്കള് ഇവിടെ വന്നിട്ടുണ്ട്. മുന്നു, അമി എന്ന പേരുള്ള 2 കുട്ടികളാണ്. എന്നാൽ അവരുടെ മുമ്പിൽ അവരുടെ ഉപ്പ APJ അബ്ദുൽ കലാം എന്ന പേരിൽ, ഒരു പേരിന്റെ പേരിൽ വിളിക്കപ്പെടുന്ന അവസ്ഥ വളരെ അഭിമാനകരമാണ്. പിന്നെ എന്നെ ശ്രമിക്കുന്ന എൻ്റെ പൊന്നുമക്കളായ നല്ലവരായ മൗണ്ട് കാർമൽ സ്കൂളിലെ എന്നെ ശ്രോതാക്കളായിട്ടുള്ള കുട്ടികൾ, പിന്നെ അവരുടെ മാതൃതുല്യരായ അധ്യാപികമാർ, പിന്നെ ഈ ചെറിയ ചടങ്ങുകൾ കോവിഡ് പ്രോട്ടോകോൾ പ്രമാണിച്ച് പരിമിതമായ സാഹചര്യത്തിൽ ഈ സാഹചര്യം മുതലാക്കാൻ വേണ്ടി വന്ന മാതാപിതാക്കൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ഈ പേരിന്റെ പേരിലും APJ അബ്ദുൽ കലാമിന്റെ പേരിൽ ഞാൻ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഈ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ച ഈ ഒരു സാഹചര്യം, അതായത് നാളെയാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാപ്രതിഭ മരണപ്പെട്ട വാർഷികം. 2015 അദ്ദേഹം നമ്മളോട് വിട്ടുപിരിഞ്ഞത്. അവിടെ APJ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം നമുക്കൊരു ചോദ്യം ചോദിക്കാല്ലേ? APJ എന്നതിന്റെ ഫുൾ ഫോം അറിയാമോ ആർക്കെങ്കിലും? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു ക്ലാസ് കൊടുത്തേ. അത് തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന സ്ഥലത്ത് വളരെ ദരിദ്രമായ സാധാരണ കുടുംബത്തിൽ ജനിച്ച അബുൽ ഫക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന പേരുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ട്, സാധാരണ കുട്ടിയായി, നമ്മളെപ്പോലെയുള്ള ഒരു കുട്ടിയായി വളർന്നു വന്ന, സാധാരണഗതിയിലുള്ള വിദ്യാഭ്യാസം നേടി വളർന്നു വന്ന ഒരു വ്യക്തിയാണ് APJ അബ്ദുൽ കലാം എന്ന പേരിൽ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന, ലോകം മുഴുവൻ ആദരിക്കുന്ന, ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ എനിക്ക് പോലും ഒരു ബഹുമാനം കിട്ടുന്നെങ്കിൽ ആ പേരിന്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം നാം മനസ്സിലാക്കണം. അത് കേവലം ഒരു പേരല്ല, അതൊരു പ്രവർത്തനമാണ്, ഒരു സംഭവമാണ്, ലെജൻഡാണ്. ലെജൻഡ് മീൻസ് ഇതിഹാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം, ഉറക്കം, അതുപോലെ ഭക്ഷണം, ദിനചര്യകള്, സോഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു മിഷൻ ഉണ്ടാവണം. നമ്മുടെ കുട്ടികളായിട്ട് നിൽക്കുന്ന നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമുക്കൊരു വിഷൻ ഉണ്ടാവണം, നമുക്കൊരു ദൗത്യം ഉണ്ടാവണം. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ചിന്തിക്കുന്ന പോലെ അല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് നമ്മുടെ കഴിവുകൾ വ്യത്യസ്തമാണ്, നമ്മുടെ കഴിവുകൾ നമ്മുടെ ഒരു വിശാലമാണ്. ആ വിശാലതയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്നില്ല, ലിമിറ്റ്ലെസ് ആണ്. ഇപ്പം നമ്മുടെ സിസ്റ്റർ പറഞ്ഞു പരുന്തിനെ കണ്ടുപിടിക്കുക. പരുന്തെങ്ങനെ ചെയ്യുന്നത്? എല്ലാ മഴമേഘങ്ങളുടെ മുകളിൽ ഉയർന്നു പറക്കുകയാണ്. അങ്ങനെ ഉയർന്നു പറക്കുമ്പോൾ ഈ മഴമേഘങ്ങൾ താഴെയായി പരുന്തിന് മഴയുടെ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ അതുപോലെ ആവണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൗണ്ട് കാർമൽ എന്നെ അഭിസംബോധന ചെയ്യുന്ന, അല്ലെ എന്നെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന, അല്ലെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പിഞ്ചു കുട്ടികളായ നിങ്ങൾ ചെറിയ ചെറിയ ആൾക്കാരല്ല, നിങ്ങൾ വലിയ വലിയ പ്രസ്ഥാനങ്ങളാണ്, വലിയ വലിയ സംഭവങ്ങളാണ്. കാരണം അത് എപ്പോഴാകുമെന്നറിയോ? ഈ ഒരു APJ അബ്ദുൽ കലാമിന്റെ പേരിൽ അദ്ദേഹം വലിയൊരു മഹോന്നതനായ ഒരു മഹാത്മാവായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു അഭിമാനം, അല്ല ഒരു ബഹുമാനം കിട്ടിയത്. എനിക്ക് ഞാൻ എന്റെ ഒരു ചരിത്രം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പേരിട്ടതിന്റെ കാര്യം. പേരിട്ട ചടങ്ങ് അതായത് 1888 ഒരു മഹാത്മാവ് ജനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മൗലാന അബുൽ കലാം ആസാദ്. കേട്ടിട്ടുണ്ടോ? ആരാണ് അദ്ദേഹം? അറിയോ? ആരാണ് മൗലാന അബുൽ കലാം ആസാദ്? ആരാണ്? പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി, ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്നു. ആര്? അബുൽ കലാം ആസാദ്. അദ്ദേഹം അതിനു കൂടാതെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു അധിനിവേശത്തിനെതിരെ പോരാടിയ, ഇന്ത്യ മഹാരാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരു മഹാത്മാവായിരുന്നു. അതായത് നമ്മളത് ഫ്രീഡം ഫൈറ്റർ ആണ്. ആരാണ്? ഫ്രീഡം ഫൈറ്റർ. മറന്നുപോവോ?
അതായത് 2 അബ്ദുൽ കലാം ഉണ്ട്. ആരൊക്കെയാണ്? ഒരു APJ അബ്ദുൽ കലാം, ഒരു മൗലാന അബുൽ കലാം. ഈ മൗലാന അബുൽ കലാമിന്റെ പേരിന്റെ ഊർജ്ജം ഉൾക്കൊണ്ട് എന്റെ മാതാപിതാക്കൾ ഇട്ട പേരാണ് അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ പിന്നെ രണ്ടാമത്തെ ഒരു ടോപ്പിക് ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ പാഠപുസ്തകത്തിൽ കിട്ടൂല. സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യം അറിയോ? എന്താണ് മലയാളത്തിൽ എന്താ പറയാ? സാമൂഹിക പ്രതിബദ്ധത. ഇതൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാവും അല്ലെ? പക്ഷെ ഇതൊക്കെ സിമ്പിൾ വാക്കാണ്. അതായത് സ്വന്തം മാതാപിതാക്കളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം, സ്വന്തം സഹോദരങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാതായി പോയത് അല്ലെ? അതായത് നമ്മുടെ മനസ്സുകൾ എപ്പോഴും സ്വാർത്ഥന്മാരെ എന്റേതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുരുങ്ങി പോവുകയാണ്. ശരിയല്ലേ? ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ കെട്ടുകൾ പൊട്ടിച്ചു വിടുക. എന്നിട്ട് എന്താണ്? എന്റേതാണെങ്കിൽ അത് എന്റേത് മാത്രമല്ല, അത് നിന്റേത് കൂടിയാണ്. അപ്പോൾ അവരെന്താ ചിന്തിക്കുന്നത്? എന്റേത് മാത്രമല്ല, അത് നിന്റേത് കൂടിയാണ്. ഈ സ്വാർത്ഥത എന്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു അന്ന് തൊട്ട് നമ്മൾ വിജയികളാവും. നമുക്ക് സ്വാർത്ഥതകളില്ലാത്ത ലോകം സ്വാതന്ത്ര്യത്തിന്റെയാണ്. ആസാദ് എന്ന പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താണ്? ആസാദ് നമ്മൾ കേട്ടില്ല? ആസാദി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ ആസാദ്? എന്താണ് ആസാദി ഹിന്ദ് ഫൗജ്? എന്താണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമല്ലായിരുന്നോ? എന്താണ്? ആസാദ് ഹിന്ദ് ഫൗജ്. ഹിന്ദ് എന്താ? ഇയാളെ വിളിക്കണ്ടെന്ന് തോന്നില്ലേ? അതായത് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാഷ്ട്രത്തെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു ഫൗജ്. അതാണ് സുഭാഷ് ചന്ദ്രബോസ് ആഹ്വാനം ചെയ്തിരുന്ന ആസാദി ഹിന്ദ് ഫൗജ്. പിന്നെ വേറൊരു ആസാദ് കൂടി ഉണ്ടായിരുന്നു. എന്താണ്? ചന്ദ്രശേഖർ ആസാദ് കേട്ടിട്ടുണ്ടോ? അറിയോ? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്. ഇത് കോമൺ നെയിമാണ്. അതായത് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? ഞാൻ പറയുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ചെറിയ അഭിപ്രായമാണ്. നിങ്ങളുടെ മനസ്സിൽ സ്വാതന്ത്ര്യം ഉണ്ടാവണം. എങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാവണം? വിശാലതയുടെ സ്വാതന്ത്ര്യം ഉണ്ടാവണം. ആരെ ഉൾക്കൊള്ളാൻ പറ്റണം. ഒരിക്കലും ഒരാളുടെ കോലോ രൂപോ കണ്ടിട്ട് വിലയിരുത്താൻ പാടില്ല. എങ്ങനെ വിലയിരുത്തണം? ക്വാളിറ്റി ബേസ് ചെയ്ത് നമ്മൾ അവരെ വിനയം എന്ന് പറയുന്നത് ഒരിക്കലും പോരായ്മയില്ല. നമ്മളുടെ മേഖല എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? ഒരു സുപ്പീരിയർ പവറിനെ കാണണം അല്ലെ? ദൈവം എന്ന് പറയുന്ന സുപ്പീരിയർ പവറിനെ കാണുന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴും ടോപ്പ് ലെവലിൽ നിൽക്കാൻ പാടില്ല. ടോപ്പ് ലെവലിൽ ചെന്നാൽ പിന്നെ അതിന്റെ അവിടെ നിന്ന് വേറൊരു സ്റ്റെപ്പ് ഉണ്ടോ? ഇല്ല. പിന്നെ അവിടെ നിന്ന് എന്തേ ഉള്ളൂ? റിട്ടേണേ ഉള്ളൂ. ഓക്കെ, പിന്നെ അവിടെ വളർച്ചയില്ലല്ലോ. നമ്മൾ എപ്പോഴും വളരുന്ന സ്റ്റുഡൻസ് ആവണം. ഇപ്പൊ 50 വയസ്സുള്ള ഇപ്പൊ ഒരു കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ അവൻ ഞാൻ വിദ്യാർത്ഥിയാണ്, അവൻ പിന്നെ പഠിക്കാനുണ്ട്, ലോകത്തെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ജീവിതം, ജനനം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു. ഏതോ ഒരു അപ്പനും അമ്മയും മകനായിട്ട് മകളായിട്ട് നമ്മൾ ജനിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ജീവിത സാഹചര്യം സ്വന്തം കണ്ട പോലെയാണോ? അങ്ങനെയാണെങ്കിൽ അപ്പനമ്മയെ വിചാരിക്കല്ലേ സൽമാനെ പോലത്തെ ഒരു മോൻ, പോലത്തെ ഒരു മോള് ഉണ്ടാവണ്ടേ? അങ്ങനെയല്ലല്ലോ. ഒരു ദൈവ ഗിഫ്റ്റായി, ഡിവൈൻ ഗിഫ്റ്റായിട്ട് തരുന്ന ഒരു ജന്മം, അതല്ലേ ജനനം. ഓക്കെ, പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഓരോ ദിവസം പുതിയ പുതിയ എക്സ്പീരിയൻസുകളാണ് അല്ലെ? പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ വന്ന് ജീവിതം എന്ന് പറയുന്ന വലിയൊരു കടല. അതിനകത്തേക്ക് നമ്മൾ ഒരു തോണി ഇറക്കുകയാണ്, ഒരു ബോട്ട് ഇറക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ നടന്നുമ്പോൾ ചില സമയത്ത് നല്ല രസകരമായ കാറ്റ് വരും, ചില സമയത്ത് നല്ല മഴ വരും, ചില സമയത്ത് കൊടുങ്കാറ്റുകൾ ഉണ്ടാവും. ഈ കൊടുങ്കാറ്റുകളും പേമാലയൊക്കെ വരുമ്പോൾ എന്താണ്? അതിനെ ഫേസ് ചെയ്ത് പോവാ. ആ തിരമാലകളെ കീറി മുറിച്ച് മുന്നേറുന്നവരെ ലക്ഷ്യത്തിലെത്തുള്ളൂ. അതിൽ എൻ്റെ ഒരു അഡ്വൈസ് എന്താണ്? എന്ത് പ്രതിസന്ധികളും അതൊരിക്കലും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടൂല. എന്ത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ അതിനെ കീറി മുറിച്ചുകൊണ്ട് മുന്നേറുന്ന ആ ഒരു തീപന്തമായി അല്ലെങ്കിൽ ആ ഒരു ജെറ്റ് പോലെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നേറിയേ പറ്റൂ. ഇതെല്ലാം മുന്നേറി അതിനെ അതിജീവിച്ചു കഴിയുമ്പോൾ നമ്മൾ അഹങ്കരിക്കാൻ പാടുണ്ടോ? അഹങ്കാരം ആരുടെ ക്വാളിറ്റിയാ? സൂപ്പർ പവർ ഓൾമൈറ്റിയുടെ ക്വാളിറ്റിയാ. ദൈവത്തിന് അഹങ്കരിക്കാമല്ലോ അല്ലേ? ദൈവം പറയാം അവിടെ അങ്ങനെ നടക്കട്ടെ, ഇവിടെ ഇങ്ങനെ നടക്കട്ടെ, നമുക്ക് പറ്റുമോ? ഇല്ല. അത് ദൈവത്തിന്റെ ക്വാളിറ്റി ഒരിക്കലും മനുഷ്യനില്ല. അത് നമ്മൾ ദൈവത്തിനോട് പോകുമ്പോൾ പറയുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? TA എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയും. അവിടെ ചില ടേമുകളുണ്ട്. അത് ആ ടേമിൽ 1-2 ടേം ഞാൻ പറയുകയാണ്. ഒരു ടേമാണ്
ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സെറ്റപ്പാണ്, ഞാൻ അടിപൊളിയാണ്, എന്നെക്കാളും മികച്ച ആരുമില്ല, ഞാൻ ഭയങ്കര സെറ്റപ്പാണ്. പക്ഷെ നീയോ? നീയും ശരിയല്ല, ഞാൻ മാത്രമേ ശരിയുള്ളൂ. അന്നേരം എന്താ ഒരു ടൈം എന്താ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതൊരു ടൈം. രണ്ടാമത്തെ ടൈം ഞാൻ പറയുന്നത് ഐ ആം നോട്ട് ഓക്കെ. ഇതിലൊന്നുമില്ല, ഞാൻ ആ പാട് ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്നാണ് വരുന്നത്, എനിക്ക് നല്ല ഡ്രസ്സ് ഇല്ല, ഒന്നുമില്ല, ഞാൻ ആ പാവപ്പെട്ടവനാണ്. പക്ഷെ അവനെ കണ്ടില്ല, അവൻ മുറ്റ സെറ്റപ്പാ, അടിപൊളിയാ, അല്ലേ? യു ആർ ഓക്കെ. അത് രണ്ടാമത്തെ ടൈമാണ്. എന്താണ് ടൈം? ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഇതെപ്പോഴും മനസ്സിൽ കുത്തി വെക്കണം. ഓക്കെ. ഇനി അടുത്ത വേറൊരു സെക്ഷൻ ഉണ്ട്. ഐ ആം ഓക്കെ, യു ആർ വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുത്തേ. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം എല്ലാവരോടും. നമ്മൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് പോവാ. അവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ചൊരു മിസ് വരുന്നത്, എന്നാൽ ഞാൻ ഡോക്ടറായിട്ട് ഇങ്ങനെ ഇരിക്കുക, അവരെ തന്നെ ക്ലാസ്സിൽ നിന്ന് 2 പ്രാവശ്യം എന്താണ് ഷൗട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും അവരെ ഇച്ചിരി പാഠം പഠിപ്പിക്കണം. വരുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക. മോളുടെ പേരല്ല, എൻ്റെ പേര് അനന്യ. എന്താ പേര്? മീന. ഓക്കെ. എവിടെയാ വീട്? ഇത് നിങ്ങൾ എവിടെയാ? ഞാനിത് സ്കൂളിലെ ഒരു അധ്യാപിക, റിട്ടയറായി വീട്ടിൽ ഇരിക്കുക. അന്നേരം അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെയുടെ പ്രോബ്ലമാണ്. മനസ്സിലായില്ലേ? നമ്മൾ എന്താ ഇപ്പൊ നമ്മൾ പറഞ്ഞ മെസ്സേജ് എന്താണ്? ഐ ആം ഓക്കെ, യു ആർ ഓൾസോ ഓക്കെ. അങ്ങനെ വേണ്ടേ? അതായത് ഞാൻ ശരിയാണെങ്കിൽ നിങ്ങളും ശരിയാവണം. അതല്ലെങ്കിൽ ഞാൻ മാത്രമല്ല ശരി, നിങ്ങളും ശരിയാണ്. അപ്പോഴൊക്കെ ഒരു മാനേഴ്സ് ഉണ്ടാവുക. അതുകൂടാതെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സജഷൻ ഉണ്ട്. എന്താണ്? അന്നേരം എങ്ങനെയാവേണ്ടത്? നമ്മൾ സിസ്റ്ററോട് ചോദിക്കുക, അല്ലേ? അത് ഞാനൊരു ചോദിക്കുകയാണ്. നമ്മൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്, അല്ലെ ഞാൻ സെറ്റപ്പാണ്, അല്ലെ ഞാൻ എല്ലാം മതിയായവനാണ്. അത് നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് ചോദിക്കുക? ആർക്കെങ്കിലും പറയാമോ? അത് പറയുന്നവരുണ്ട്. ആർക്കെങ്കിലും പറയാമോ? സമയം കളയണ്ട, വളരെ വിലപ്പെട്ട സമയമാണ്. എപ്പോഴും ഞാൻ എന്റെ ഒരു ആൻസറിലേക്ക് വരാം. നമ്മളിവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം അറിയാമോ? നമ്മൾ ശരിയല്ല, അല്ലെ? നമ്മൾ കപ്പാസിറ്റി ഇല്ലാത്ത, പരിമിതികളുള്ള, ലിമിറ്റേഷൻസ് ഉള്ളവരാണ്, അല്ലെ? അതിൽ ആര് മാത്രമാണ് പവർ ഉള്ളത്? ദൈവം. അതിൽ ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം അറിയാമോ? ഐ ആം നോട്ട് ഓക്കെ, ബട്ട് യു ആർ ഓക്കെ. നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നവരല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. 1000 രൂപ ചോദിക്കണമെങ്കിൽ 1000 രൂപ ഉള്ളവരോട് ചോദിച്ചില്ലേ കാര്യമുള്ളൂ, അല്ലേ? അതായത് നമ്മളെന്താണ്? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സർവ്വനാഡീ ബന്ധങ്ങളും നമ്മുടെ സർവ്വസമസ്തവും നമ്മൾ എന്ത് ചെയ്യാം? അർപ്പിച്ച് നമ്മൾ വിനയാന്വിതരായി ഭൂമിയോളം താഴ്ന്ന് എന്ത് ചെയ്യാം? പ്രണമിച്ച് ദൈവത്തോട് ചോദിക്കണം, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ കഴിവില്ലാത്തവളാണ്. പക്ഷെ ആരാണ് കഴിവുള്ളത്? ബട്ട് യു ആർ ഓക്കെ. അതിലെ ദൈവം മനസ്സിലായല്ലോ സിസ്റ്റർ? ഐ ആം നോട്ട് ഓക്കെ. എനിക്ക് കഴിവില്ലാത്തവനാണ്, ഞാൻ പാപിയാണ്, ദോഷിയാണ്, ഞാൻ അക്രമിയാണ്, ഞാൻ തെറ്റുകാരനായി പോയി. പക്ഷെ ബട്ട് യു ആർ ഗോഡ് ഓൾമൈറ്റി, ദൈവം, ഈശ്വരൻ, അല്ലാഹു. ഏതാ നമ്മള് പറയുന്നത്? ഏത് യഹോവ, ഏത് പേര് വിളിച്ചാലും യു ആർ ഓക്കെ. മനസ്സിലായല്ലോ? ഈ ദൈവം നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കണ്ടീഷനുകൾ അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ എപ്പോഴും ഈ ടീം വരണം. നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ഇടപെടാൻ പോകുമ്പോൾ ആദ്യം കാണുമ്പോൾ അവരെ കാണുമ്പോൾ അവന്റെ മുഖം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അല്ല കണ്ണ് കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നു, എന്റെ അത്രയും ഗ്ലാമർ ഇല്ല, ഇതൊക്കെ തോന്നുന്നു നമ്മളെ തേക്കുന്നത്. ഐ ആം ഓക്കെ, യു ആർ. അതല്ലല്ലോ ഞാൻ പറഞ്ഞ ടൈം എന്താ? ഐ ആം ഓക്കെ, നീ ശരിയാണ്, ഞാൻ ശരിയാണ്. പക്ഷെ എന്റെ നോട്ടത്തിന്റെ കുഴപ്പമോ? അത് നമ്മൾ പരിചയപ്പെട്ടു. എന്താ പേര്? ഓക്കെ ഓക്കെ അല്ലേ? അങ്ങനെ ഓക്കെ ആവണം. ഓക്കെ. എന്നിട്ട് നമ്മൾ പിന്നെ രണ്ടാമത്തെ വേറൊരു കേസ് എന്ന് പറഞ്ഞാല് എന്തിലും സംതൃപ്തിയുള്ളവരാകണം. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ദിവസമല്ലേ? കുറച്ച് സമയം ഞാൻ
APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് വിനയമായിരുന്നു. വിനയം ഏറ്റവും വലിയ ലോകം കണ്ട, അതായത് ഇനിയൊരു മഹാത്മാവ് ഉണ്ടാകാത്ത രീതിയിലുള്ള ക്വാളിറ്റിയുള്ള വലിയൊരു മനുഷ്യൻ. ആ മനുഷ്യന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കസേര ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇരിക്കത്തില്ല, എടുത്ത് മാറ്റാൻ പറയും. കാരണം എന്താ? ഞാൻ സാധാരണ മനുഷ്യനാണ്. അതാണ് എന്റെ വിനയം. കേവലം 5-6 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. ഇപ്പൊ നമ്മൾ എത്ര സമയം ഉറങ്ങുന്നുണ്ട്? പഠിക്കാൻ പറഞ്ഞ സമയം മുഴുവൻ മൊബൈലിൽ കിട്ടിയ 10 വളരും അല്ലേ? അന്നേരം ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം. ടീച്ചർ പറഞ്ഞല്ലോ, നമ്മൾ സ്വപ്നങ്ങൾ കാണുക. എങ്ങനെയുള്ള സ്വപ്നങ്ങളാണ്? നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തണം. മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സിന് 25,000 രൂപ വരെ ഒരു ദിവസത്തെ കോഴ്സിന് വാങ്ങുന്നുണ്ട്. 25,000 രൂപ. എന്താണെന്നറിയാം? നമ്മൾ കോടീശ്വരനാകണം എന്നുണ്ടെങ്കിൽ ആ കോടി, ഏത് കോടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ കോടിയുടെ ഒരു ചെക്ക് നമ്മുടെ മനസ്സിൽ കണ്ട് രാത്രി ഇങ്ങനെ കിടക്കാൻ നേരത്തെ ഇങ്ങനെ കാണണം. 25 കോടി, 25 CR. ഈ സ്വപ്നം കാണുന്നവർ തന്നെ നമ്മൾ സ്വപ്നം കാണണം. എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നേടണം, എനിക്ക് സമൂഹത്തിൽ ഉന്നതനാവണം, എനിക്ക് എല്ലാവരുടെയും സേവകനാവണം. എന്താണ്? സെർവന്റാവണം. സെർവന്റ് അത് മോശം പണിയാണോ? ഡോക്ടേഴ്സിനെ വിളിക്കുന്നത് എന്താണ്? പബ്ലിക് സെർവന്റ് എന്നല്ലേ? അതായത് എല്ലാവരുടെയും സേവനാവണം. ഞങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതാണ്. സയ്യിദുൽ ഖൗമി ഖാദിമുഹു എന്ന് പറയും. ഒരു അറബി ചൊല്ലാണ്. എന്താണ്? സയ്യിദുൽ ഖൗമി ഖാദിമുഹു. ജനങ്ങളിൽ ഏറ്റവും ഉന്നതനായ നേതാവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സേവകൻ എന്നാണ്. എന്താണ്? ജനങ്ങളുടെ സേവകനാണ് അവരുടെ ലീഡർ. മനസ്സിലായല്ലോ? അത് നമ്മൾ ആരാവണം? ജനങ്ങളുടെ സേവകരാവണം. ഓക്കെ, ഒരു 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ. ഒന്ന്, ഐ ആം ഓക്കെ. നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ? പിന്നെ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. പരീക്ഷ ആകുമ്പോൾ ഒരു വെപ്രാളം കയറും. ഇങ്ങനെ ഹൈഡ്രജനും വെറുപ്പിക്കും. ഇങ്ങനെ ഈ സമയമാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യട്ടെ? പരീക്ഷ നടത്തുമ്പോൾ ഒരു കടലിൽ വെള്ളം കിട്ടിയാലും കുടിക്കാൻ പറ്റും. മൂത്രപ്പരയായ മൂത്രപ്പര പോകേണ്ടി വരും അല്ലേ? ടെൻഷൻ ഉണ്ട് അല്ലേ? ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ ചെയ്യേണ്ട പണിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, പഠിക്കാനുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ട്, ബാക്കി ഓക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ഒരാളിനെ കേൾപ്പിക്കാനുള്ള ഒരു പാലമേൽപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം. ഓക്കെ, മനസ്സിലാക്കാം. അതായത് ദൈവത്തോട് പറയണം, എനിക്ക് കഴിവില്ലാത്തവളാണ്, ഞാൻ കയറി കഴിഞ്ഞാൽ എനിക്കൊരു വെപ്രാളമുണ്ട്, സഭാകമ്പമുണ്ട്, ടെൻഷനുണ്ട്. ഈ ടെൻഷനൊക്കെ എന്ത് ചെയ്യണം? നീ പരിഹരിച്ചു തരണം. നമ്മൾ കൂട്ടുകാരോട് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ പറ്റണം. ദൈവം എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല, നമ്മൾ ഏറ്റവും അടുത്ത കൂട്ടുകാരനാവണം. മനസ്സിലായില്ലേ? എടാ ആകെ പണി പറ്റിക്കൊടുത്ത ഒരു രക്ഷയില്ല, പിടിവിട്ട് വരും, ബാക്കി നീ നോക്കിക്കോണം, ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ എങ്ങനെയാവും? അങ്ങനെ ദൈവത്തോട് പറയാൻ പറ്റണം, എല്ലാ കാര്യം ചെയ്തു, ഒരു രക്ഷയില്ല, ആകെ പെട്ടുപോയി, ഇനി നീ എന്നെ നീ ഹെൽപ്പ് ചെയ്യണം. വേറൊരു വൃത്തിയില്ല. ബിക്കോസ് ഐ ആം നോട്ട് ഓക്കെ, ബട്ട് യു ആർ ഓക്കെ. എന്താ സ്റ്റോപ്പ് ചെയ്യാം? കുഴപ്പമില്ലല്ലോ. ഒന്നും നമ്മൾ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും മഴമേഘങ്ങളുടെ മുകളിലൂടെ പറക്കുന്ന ഈഗിൾ വിങ്സ്. ഓക്കെ, അന്നേരം അതുപോലെ നമ്മളതിനെ നേരിടണം. പിന്നെ എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യാം? ഫേസ് ചെയ്യാം. ഒന്നിനെ ഭയപ്പെടരുത്. ഒന്നിനെ ഭയപ്പെടരുത്. ഡോണ്ട് ഫിയർ എനിത്തിങ് ബിക്കോസ് ഓൾവേസ് ബി വിത്ത് us. നമ്മുടെ സുപ്പീരിയർ പവർ, നമ്മൾ ആരോ വിശ്വസിക്കുന്ന ആ ശക്തി ആരോടെ ഉണ്ട്? നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ നോട്ടോക്കല്ലേ? നമ്മൾ കഴിവില്ലാത്തവരല്ലേ? ആര് നമ്മുടെ കൂടെ ഉള്ളവർ? കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്. ഓക്കെ, അന്നേരം എല്ലാ കൂട്ടുകാർക്കും സന്തോഷം. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമായത് നമ്മുടെ പിഞ്ചു കൂട്ടുകാരി കലാം ജൂനിയർ കുട്ടിക്കലാം. അന്നേരം അത് മോളുടെ പേര്
വന്ദനയ്ക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്ത്. ഞാൻ തന്നെ ക്ലാപ്പ് കൊടുക്കാൻ പറഞ്ഞെന്നറിയാം. നമ്മളെല്ലാം നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു വന്നപ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ വസ്ത്രത്തിലേക്കും രൂപത്തിലേക്കും ഭാവത്തിലേക്കും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒത്തിരി കഷ്ടപ്പാടില്ലേ? അതായത് നമ്മൾ മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കാൻ പിശുക്ക് കാണിക്കരുത്. എന്ത് നല്ലത് കണ്ടാലും ഇപ്പൊ അവന് ലൈക്ക് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ലൈക്ക് കൊടുത്താൽ നമ്മുടെ പൈസ പോകുമല്ലോ. പോവോ? ഫേസ്ബുക്കിൽ ലൈക്ക് കൊടുത്താൽ പൈസ പോകുമോ? അന്നേരം ഒരാള് ഫോട്ടോ ഇടുന്നത് എന്താണ്? അവര് ലൈക്ക് കിട്ടാൻ വേണ്ടിയില്ലേ? അതെന്താണെങ്കിലും നമ്മള് കുട്ടിക്കലാമൊരു ലൈക്ക്, ഓക്കെ, ലൈക്കല്ലേ? അതൊരു ലൈക്ക് മറ്റൊരാളെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. പിന്നെ ഹൃദയത്തിൽ തൊട്ട ഭാഷ നേരെ പ്രസന്റ് ആകുന്ന രീതിയിൽ അടുപ്പമുള്ള ഭാഷകൾ, ഫോർമാറ്റുകളൊന്നും വേണ്ട. എല്ലാവരോടും പറയാൻ പറ്റുക നിന്നെ എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്താ? നീ നല്ലതായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നമ്മളെല്ലാം ഒരു ഓക്കെ ആവുള്ളൂ. ഓക്കെ, അതാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഒരാൾ വീണ് കിടക്കുന്നു, നമ്മളിപ്പോ പഠിച്ചോണ്ടിരുന്ന ഒരു കുട്ടി ഒരു ദിവസം അവൾ ആക്സിഡന്റ് പറ്റി, നടുവ് പൊടിഞ്ഞു, വീട്ടിൽ കിടക്കുന്നു, പ്ലാസ്റ്ററിട്ട് കിടക്കുന്നു, നടന്ന് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല. നമ്മൾ അമ്മയോട് പറഞ്ഞിട്ടുള്ള അമ്മേ ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോവാം, ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, ഞാൻ ഒന്ന് അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ട് വരാം. പറ്റുമല്ലോ? പറ്റണം. ഓക്കെ, അതൊക്കെയാണ് എന്ത്? സോഷ്യൽ കമ്മിറ്റ്മെന്റ്. അന്നേരം അച്ഛനെ ഇഷ്ടപ്പെടാൻ പറ്റണം, അമ്മയെ ഇഷ്ടപ്പെടാൻ പറ്റണം, വീട്ടുകാരെ ഇഷ്ടപ്പെടാൻ പറ്റണം. പിന്നെ ഒരു അഡ്വൈസും കൂടി നിങ്ങൾക്ക് തരുന്നു. ഒന്ന്, നമ്മുടെ ലൈഫില് പ്രൈമറി സെക്ടർ എന്ന് പറയുന്ന ഒരു വട്ടം വരച്ചു വെക്കണം, സർക്കിൾ, പ്രാഥമിക വൃത്തം. എന്തിനാണെന്നറിയാം? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ആൾക്കാരെ മാത്രമേ അതിനകത്ത് എൻട്രി ചെയ്യാവുള്ളൂ. പേരൻസ് വരാം, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് വരാം. അതല്ലാത്ത ഒരാളെ ഫ്രണ്ട്സിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാരെ സെലക്ട് ചെയ്ത് വിടുക. ഇവരല്ലാത്ത ഒരാൾക്കാർ അതിനകത്തേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് 2-3 ക്രൈറ്റീരിയ പാസ്സാവണം. ഒന്ന്, അവർക്ക് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണം, ക്വാളിറ്റി ടെസ്റ്റ് ഉണ്ട്. മനസ്സിലായോ? അതായത് ഈ പ്രാഥമിക സർക്കിളിലുള്ളവരുമായിട്ട് എപ്പോഴും നമുക്ക് ഇടപെടാം, എപ്പോഴും കോണ്ടാക്ട് ചെയ്യാം, എന്ത് കാര്യം ഷെയർ ചെയ്യാം. നമ്മുടെ മനസ്സിലുള്ളതൊന്നും ഭാരമായിട്ട് വെക്കരുത്. ഇത് നമുക്ക് പ്രായമുള്ളവർക്കും പറ്റുന്നതാണ് കേട്ടോ. പ്രായമുള്ളവർക്കും പറ്റുന്ന ഒരു ഗുണമാണ്. നമ്മൾ പ്രൈമറി സർക്കിളിൽ എല്ലാവരെയും കയറ്റിയിടരുത്. ആ സർക്കിളിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വെച്ച് അവരോട് നമുക്ക് വിഷമങ്ങൾ പറയാൻ പറ്റണം, സങ്കടങ്ങളും സന്തോഷങ്ങളും പറയാൻ പറ്റണം. അവരൊരിക്കലും നമ്മളെ ചതിക്കത്തില്ല. കാരണം എന്താ? അവർ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പുറത്തുനിന്നുള്ള ഒരാളെ കണ്ട് ഫ്രണ്ടായി ഉടനെ ഇതിനകത്തേക്ക് എടുത്തിട്ടു, കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്തു. എന്റെ ചേട്ടൻ എങ്ങനെയാണ്, എന്റെ അമ്മ ഇങ്ങനെയാണ്, അച്ഛൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരുടെ ഉടക്കുണ്ടാവുമ്പോ കണ്ടോ, അവൾ അങ്ങനെ പറഞ്ഞു, അവന്റെ ചേട്ടൻ മോശമെന്ന് പറഞ്ഞു, അച്ഛൻ മോശമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഒരിക്കലും പ്രൈമറി സർക്കിൾ ആരും ഉപയോഗിക്കരുത്, ആവശ്യമില്ലാത്തവരെ കയറ്റി വെക്കരുത്. ഈ പ്രൈമറി സർക്കിൾ നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, രോഗം വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, എന്തെങ്കിലും മരണങ്ങൾ വീട്ടിൽ നടന്നാലും, അത്യാഘാതങ്ങൾ വന്നാലും, പ്രത്യാഘാതങ്ങൾ, ദുരന്തങ്ങൾ വന്നാലും ആരും നമ്മുടെ കൂടെ ഉണ്ടാവും? ഈ പ്രൈമറി സർക്കിളിലെ മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ? ഈ പ്രൈമറി അവരെ മാത്രം വിശ്വസിക്കാവുള്ളൂ, ബാക്കിയുള്ളവരെ സംശയത്തിന്റെ കണ്ണുകൊണ്ട് മാത്രമേ നോക്കാവുള്ളൂ. അവസാനം ഈ എലിജിബിലിറ്റി ടെസ്റ്റ് കുറെ നിങ്ങൾ തന്നെ വെക്കണം. അവൻ ആ സമയത്ത് പോയപ്പോ അങ്ങനെ ചെയ്തു, ഈ സമയത്ത് പോയപ്പോ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് അവനെ ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റും എന്ന് 2 പ്രാവശ്യം നമ്മൾ ആലോചിച്ചിട്ട് ഇതിൽ കയറ്റാവുള്ളൂ. ഈ പ്രൈമറി സർക്കിൾ എല്ലാ മനുഷ്യനും ഉണ്ടെങ്കിൽ അവന്റെ ലൈഫ് സേഫ് സോണായി. നമ്മുടെ ലൈഫ് സേഫ് സോണിലേക്ക് വരണം. ഏതായാലും ഈ APJ അബ്ദുൽ കലാമിന്റെ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ദിവസം സംഘടിപ്പിച്ചതിന് ഈ ബഹുമാനപ്പെട്ട മൗണ്ട് കാർമൽ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്ക് എന്റെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രമിച്ച എന്റെ പ്രിയപ്പെട്ട എന്റെ മഞ്ജുമക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവിധ മംഗളാശംസകൾ നേരുന്നു. താങ്ക് യു സർ ഫോർ യുവർ ഇൻസ്പയറിംഗ് വേർഡ്സ്. സാറിന്റെ ഇത്രയും സമയത്തെ ഈ ആശയങ്ങൾ പങ്കുവച്ചപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി സാറിന്റെ പരന്ന വായനയെ കുറിച്ചും ജീവിത വീക്ഷണത്തെ കുറിച്ചും. എനിക്കതിൽ ഒത്തിരി ടച്ച് ചെയ്ത ഒരു ഭാഗം എന്റേതായിരിക്കുന്നത് പോലെ നിന്റേതുമാണ്. എന്തൊരു വലിയ ഹൃദയവിശാലതയാണല്ലേ. പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും പ്രാവർത്തികമാക്കിയാൽ ലോകം തന്നെ സുന്ദരമാകുന്നൊരു അനുഭവം.
വളരെ നന്ദി സാർ. നമ്മുടെ കുഞ്ഞു മക്കളുടെ ആ അവരുടെ ഒരു ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു ആശയവിനിമയമായിരുന്നു സാറിന്റെ. ഒത്തിരി നന്ദി. അടുത്തതായിട്ട് നമ്മുടെ പ്രിയ കുഞ്ഞുമക്കൾ ഇന്ന് അവർ തയ്യാറായിരിക്കുന്ന സെമിനാർ കാർമലിലെ കലാം, നമ്മുടെ മൗണ്ട് കാർമൽ സ്കൂളിൽ എത്തിയിരിക്കുന്ന നമ്മുടെ കുട്ടി കലാമും അതോടൊപ്പം തന്നെ ഈ ഒരു സെമിനാറിലേക്ക് ആശയങ്ങൾ പകർന്നു നൽകാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളും ഈ സെമിനാറിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവുമായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനിയായ സിസ്റ്റർ ജെയിൻ, വിശിഷ്ടാതിഥി ശ്രീ അബ്ദുൽ കലാം സർ, അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജൂലൈ 27 ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രപതി, അധ്യാപകൻ, ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമദിനമാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനാണല്ലോ നമ്മൾ എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളെ ഏവരെയും ഞാൻ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനായി നമുക്ക് ഈ അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ജെയിന് നന്ദി അറിയിക്കുകയാണ്. 2 കുട്ടികളടങ്ങുന്ന 8 ടീമുകളിലായിരിക്കും ഈ സെമിനാർ നടത്തുക. APJ അബ്ദുൽ കലാമിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ സെമിനാറിൽ കുട്ടികൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ബാല്യം, വിദ്യാഭ്യാസം, ലക്ഷ്യം, സ്വപ്നം തുടങ്ങിയ നിരവധി കാര്യങ്ങളെ കുറിച്ചാണ്. ആദ്യം തന്നെ ഏഞ്ചലിനെയും ജമീനയും APJ അബ്ദുൽ കലാമിന്റെ ജീവിതത്തെ കുറിച്ചുള്ള അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുവാനായി ഇവിടേക്ക് ക്ഷണിക്കുന്നു. Good morning to all. Good morning to all. My name is Jemima Susan George. I am studying in 5th standard. Today I am going to present Life of Abdul Kalam. Today is July 27. Kalam Day. Today we are remembering our former president Dr. APJ Abdul Kalam. His full name was Awil Pakir Jainuddin Abdul Kalam. He is known as the Missile Man of India. He was an aerospace scientist who served as the 11th President of India from 2002 to 2007. Abdul Kalam was born in Tamil Muslim family in Rameshwaram on 15 October 1931. His father was Jainuddin. He was a boat owner and imam of a local mosque. His mother was Ashiyama and she was a housewife. Kalam was the youngest of 4 brothers and 1 sister in his family. As he was son of a boatman, he was facing many difficulties with his studies. He sold a newspaper and earned money for his studies. There was no electricity in his home, so he used to read under the street light. Good morning to all. My name is Angel Kuriakos. I am studying in 7th standard. Abdul Kalam had many good qualities right from his childhood. He had immense affection and respect for his parents. He inherited the values of honesty and self-discipline from his father and faith in goodness and kindness from his mother. After completing his primary education, he studied physics at St. Joseph College, Tiruchirappalli. He studied aerospace engineering in Madras Institute of Technology under Anna University. Then he joined as a scientist in DRDO and then in ISRO. There he intimately involved in the missile development work. He thus came to be known as the Missile Man of India for his work on the development of ballistic missile. In 2002, he became the President of India. Upon returning to civilian life on 2007, he served as a lecturer at several universities. On July 27, 2015, he collapsed by delivering a lecture at Indian Institute of Management at Shillong and died due to cardiac arrest. Thank you. ഇത്ര മനോഹരമായി ഈ ചെറിയ സമയം കൊണ്ട് അബ്ദുൽ കലാമിന്റെ ജീവിതത്തെ വർണ്ണിച്ച എന്റെ 2 കൊച്ചു കൂട്ടുകാർക്കും
നന്ദി അറിയിക്കുന്നു. അടുത്തതായി അബ്ദുൽ കലാമിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കാൻ സ്റ്റെഫാനിയെയും ശ്രീമാധുരിയെയും ഇവിടേക്ക് ക്ഷണിക്കുന്നു. Good morning to all. My name is Srimadhiya. I am studying in 6th standard. As his father was not educated, he wanted Kalam to study. Kalam was educated at the Shiva school in Ramanathapuram. During his school days, Kalam was just an average student, but he was willing to hard work. Kalam used to spend hours for study. His favorite subject was mathematics. The teacher used to teach only 5 students in the whole session. After the class, Kalam along with his cousin Shamsuddin went around distributing newspaper. At that time, the town had no electricity. Kerosene lamps were lit home between 7 p.m. to 8 p.m. Kalam studied till 11 p.m. His mother used to save for later use. Thank you. Good morning to all. My name is Stephania Thomas. I am studying in class 5B. After completing his education at the Shards High Secondary School, Ramanathapuram, Kalam went on to attend St. Joseph's College, Tiruchirappalli, then affiliated with the University of Madras, from where he graduated in physics in 1954. To complete his childhood dream, he travelled to Madras to study aerospace engineering in Madras Institute of Technology. During his 3rd year, he assigned a project to design a low-level attack aircraft together with a few other students. The project was a difficult one. The guide gave them a very tight deadline. The young men toiled together, working under immense pressure, and finally managed to achieve the target within the stipulated deadline. The guide was impressed by Kalam's dedication. At this juncture, Kalam aspired to become a fighter pilot. APJ Abdul Kalam earned his degree from Madras Institute of Technology in 1957. The dean of the university represented Kalam for his lack of progress, but Kalam managed to get the 9th position and could not join IAF because only top 8 were selected. So he had to give up on his dream of become a fighter pilot. Thank you. പരിമിതമായ പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യങ്ങളിലൂടെ പഠിച്ചു വളർന്ന ഇന്ത്യയുടെ പ്രഥമ പൗരനായി മാറിയ APJ അബ്ദുൽ കലാമിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിച്ചതിന് സ്റ്റെഫാനിയയ്ക്കും ശ്രീമാധുരിക്കും നന്ദി. അടുത്തതായി അബ്ദുൽ കലാമിന്റെ പുസ്തകങ്ങളെ വിജയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ സപ്തയെ ഡൽഹി ക്ഷണിക്കുന്നു. Good morning to all. I am Sapta Kesa. I am studying in 6E. It's her to present a speech on Wings of Fire and Dr. APJ Abdul Kalam. Dr. APJ Abdul Kalam was the 11th President of India. He is also known as Missile Man of India. Wings of Fire is an autobiography of Dr. APJ Abdul Kalam. Reading of Wings of Fire enables a common man to become a technologist. In this book, Kalam shares his experiences and all the details of his life. The book comprises of his family background, pain and suffering of Kalam in his early life. The book also gives a light into the lives of Hindus and Muslims. The story gives the importance of family, relatives and friends in helping to achieve goals and turning dreams to reality. This book teaches us to become a patriotic citizen of our country and hard work of scientists in space and rocket technology. This book is a recommended choice for every student because it has a power to motivate a standout in life. Thank you. Good evening to all. I
Antonia Masadiman. I am studying in 5th standard. I would like to share my little thought of APJ Abdul Kalam. The missile man, the man with the wings of fire, had a simple family background, which molded him to deal problems without ready-made solution. The journey from the outfit of a newspaper boy to a scientist and to a president is really amazing. He worked as an engineer, scientist, author and professor. He also associated with India's space program and missile development program. He worked with ISRO and DRDO as aerospace engineer. In 2002, Mr. Kalam was elected 11th President of India. After 5 years of service, he returned to teaching, writing and public service. അബ്ദുൽ കലാമിന്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളെ കുറിച്ച് സംസാരിക്കാൻ നന്ദനെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് നന്ദനാവി. ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹത്തിന് എന്നും പ്രചോദനമാണ് അദ്ദേഹത്തിന്റെ ഈ ആത്മകഥ. ശാസ്ത്ര സാങ്കേതിക വിദ്യയും സാമൂഹിക പ്രതിബദ്ധതയും പരസ്പരം സമന്വയിക്കുന്ന ഒരു മഹാജീവിതമായിരുന്നു കലാമിന്റേത് എന്ന് അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ കൃതി ആദ്യാവസാനം വായിക്കുക. വിങ്സ് ഓഫ് ഫയർ എന്ന ഇംഗ്ലീഷ് ബുക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് PV ആൽബിയാണ്. 1999 ഈ പുസ്തകം പുറത്തിറങ്ങിയത്. തമിഴ്നാട്ടിലെ രാമേശ്വരം സ്വദേശിയായ APJ അബ്ദുൽ കലാം എങ്ങനെ ഇന്ത്യയുടെ മിസൈൽ മാൻ മാറി എന്നാണ് ഈ കൃതി വിവരിച്ചു തരുന്നത്. ശൂന്യാകാശ നിരീക്ഷണങ്ങളെ കുറിച്ചുള്ള APJ അബ്ദുൽ കലാമിന്റെ അറിവുകൾ പങ്കുവയ്ക്കാൻ പ്രിയ പാർവതി ഇവിടേക്ക് വിളിക്കുന്നു. ഞാൻ 7th പഠിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാവിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിനു ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം, DRDO, ISRO തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാപനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിനും മറ്റും അബ്ദുൽ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നാണ് കലാമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൊക്രാൻ അണ്വായുധ പരീക്ഷണത്തിന് പിന്നിൽ സാങ്കേതികമായും ഭരണപരവുമായും കലാം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തനാണ്. ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ എന്നിവിടങ്ങളിൽ അധ്യാപകരും, തിരുവനന്തപുരം ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചെയർമാനുമായിരുന്നു. നമസ്കാരം, എന്റെ പേര് പാർവതി ബാലു. ഞാൻ 6A പഠിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കലാം ഒരു സാങ്കേതിക വിദഗ്ധൻ മാത്രമല്ലായിരുന്നു, രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. അഴിമതി വിരുദ്ധ ഇന്ത്യ സൃഷ്ടിക്കുന്നതിനായി യുവജനതയെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ഔദ്യവും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തി. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശിക സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കുന്നതിന് പ്രോജക്ട് ഡയറക്ടറായ കലാം നിർണായകമായി സംഭാവന നൽകി. 1980 ജൂലൈ രോഹിണി ഉപഗ്രഹത്തെ സമീപത്ത് ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിക്കുകയും ഇന്ത്യയെ ബഹിരാകാശ ക്ലബിൽ അംഗമായി മാറ്റുകയും ചെയ്തു. നന്ദി. APJ അബ്ദുൽ കലാമിന് ലഭിച്ച പുരസ്കാരങ്ങളെയും ബഹുമതികളെയും കുറിച്ച് സംസാരിക്കാൻ റോസി ഋഷി ഇവിടേക്ക് സാദരം ക്ഷണിക്കുന്നു. പേര് ദൃശ്യ ആർ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. APJ അബ്ദുൽ കലാമിന് 30 സർവകലാശാലകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഓണററി ഡോക്ടറേറ്റുകൾ നേടിയതിന്റെ സവിശേഷമായ ബഹുമതി നേടിയ ഇന്ത്യയിലെ ഏറ്റവും വിശിഷ്ട സയന്റിസ്റ്റിൽ ഒരാളായിരുന്നു അദ്ദേഹം. സിവിലിയൻ അവാർഡ് 1900
മറ്റ് നിരവധി അവാർഡുകളും പ്രൊഫഷണൽ സ്ഥാപനങ്ങളുടെ ഫയലും അദ്ദേഹം നേടി. എന്റെ പേര് റോസിയ സജീഷ്. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. തന്റെ പ്രവർത്തനശൈലിയുടെ മഹത്വം കൊണ്ട് ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. 1981-ലും 1990-ലും ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1994-ലും 95-ലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെയും നാഷണൽ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസും വിശിഷ്ട ഫെലോയും ഓണററി ഫെലോയും നേടി. 1997-ൽ ഇന്ത്യൻ സർക്കാരിന്റെ ഭാരത് രത്നയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ സംയോജനത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡും ലഭിച്ചു. 1998-ൽ ഇന്ത്യ ഗവൺമെന്റിന്റെ വീർ സവാർക്കർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2000-ൽ ചെന്നൈയിലെ അൽവാസ് റിസോർച്ച് സെന്ററിൽ നിന്നുള്ള രാമാനുജൻ അവാർഡിനും ഇദ്ദേഹം അർഹനായി. 2008-ൽ USA-യിലെ SME ഫൗണ്ടേഷൻ നൽകിയ കൂബർ മെഡൽ നേടി. സിംഗപ്പൂരിലെ നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടർ ഓഫ് എഞ്ചിനീയറിംഗ് നേടി. 2009-ൽ ഓക്ലാൻഡ് സർവകലാശാലയിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ് എന്നിവയും നേടി. സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്കായി അക്ഷീണം പ്രയത്നിച്ച് ഇത്രത്തോളം ബഹുമതികൾക്ക് അർഹനായ ശ്രീ APJ അബ്ദുൽ കലാമിന് പ്രണാമം. എന്തായിരുന്നു അബ്ദുൽ കലാമിന്റെ സ്വപ്നങ്ങൾ എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ MESA ശ്രീരേഖയെ ക്ഷണിക്കുന്നു. എന്റെ പേര് ശ്രീരേഖ. ഞാൻ 6th-ൽ പഠിക്കുന്നു. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങൾ ചിന്തകളായി മാറും, ആ ചിന്തകൾ പ്രവൃത്തിയിലൂടെ സഫലമാക്കപ്പെടും. സ്വപ്നങ്ങൾ യഥാർത്ഥമാകുന്നതിന് മുൻപ് സ്വപ്നങ്ങൾ കാണുക. വലിയ സ്വപ്നാടകരുടെ വലിയ സ്വപ്നങ്ങൾ എപ്പോഴും വിജയത്തിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. വിജയം രസകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി പറഞ്ഞു നടക്കുന്നത് വളരെ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം 2 കാര്യങ്ങളാണ്. 1, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. 2, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നു. അതിനാൽ സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങൾ ചിന്തകളായി മാറും, ആ ചിന്തകൾ പ്രവൃത്തിയിലൂടെ സഫലമാക്കപ്പെടും. സ്വപ്നങ്ങൾ കാണാൻ നമ്മെ പഠിപ്പിച്ച ആ വലിയ മനുഷ്യന്റെ ചിന്തകൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമസ്കാരം. എന്റെ പേര് എമി എൽസ എബ്രഹാം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച രാഷ്ട്രപതി. അദ്ദേഹം കണ്ട സ്വപ്നങ്ങളാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ മികച്ച ഭരണാധികാരിയാക്കി മാറ്റിയത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരായ കുട്ടികളോട് സ്വപ്നങ്ങൾ കാണുവാൻ അദ്ദേഹം ആവശ്യപ്പെടുമായിരുന്നു. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നതാവണം യഥാർത്ഥ സ്വപ്നം. നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യരുത്. സൂര്യനെ ചന്ദ്രനുമായി താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. അവയുടെ സമയം വരുമ്പോൾ രണ്ടും പ്രകാശിക്കുന്നു. നിങ്ങളുടെ പിറകിൽ നിന്ന് നിങ്ങളെ കുറ്റം പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അവരെ വിട്ടേക്കുക. കാരണം സത്യത്തിൽ അവർ നിങ്ങളെക്കാൾ 2 അടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് നിങ്ങളെ കുറ്റം പറയേണ്ടി വരുന്നത്. തിരമാലകൾ അതിന്റെ ഓരോ താഴ്ചയിൽ നിന്നും ഉയർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ നമ്മളും ശ്രമിക്കണം. എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാകണമെന്നില്ല. എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ്. ലോകത്തിലുള്ള ആരും നമ്മളെ വിശ്വസിച്ചില്ലെങ്കിലും നമ്മൾ സ്വയം നമ്മളെ വിശ്വസിക്കുക. ഒരു കുട മഴയെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് മഴയത്ത് നിൽക്കാൻ നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ആത്മവിശ്വാസം. അത് പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നില്ല, പക്ഷേ പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ആകാശത്തേക്ക് നോക്കൂ, നാം ഒറ്റയ്ക്കല്ല. ഈ പ്രപഞ്ച
അവർക്കും ഏറ്റവും മികച്ചത് ലഭിക്കുന്നു. കൃഷ്ണവേണിയെയും ലക്ഷ്മിയെയും അബ്ദുൽ കലാമിന്റെ ജീവിതം എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യയിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന വിഷയത്തെ കുറിച്ചാണ്. ഭാരതത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ 3 ദർശനങ്ങളാണ്. 1. സ്വാതന്ത്ര്യം. 2. വികസനം. 3. ഭാരതം ലോകത്തിനായി നിലകൊള്ളണം. ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഠിനമായി പ്രയത്നിക്കുകയും എല്ലായ്പ്പോഴും സുരക്ഷിതകളും ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെട്ടു. 2015 ജൂലൈ 27-ന് ഷില്ലോങ്ങിൽ വെച്ച് IIM-ലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. ഇന്ത്യൻ യുവത്വത്തിന് വലിയ പ്രചോദനമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വിജയം ആസ്വാദികരമാകണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ സാധിക്കില്ല, എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റാൻ സാധിക്കും. ഞാൻ കൃഷ്ണവേണി CA 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പോയി മറഞ്ഞില്ലേ നീ അഗ്നിനക്ഷത്രമേ, നീ വാസം നൽകിയ സ്വപ്നമോഹങ്ങൾക്ക് പ്രണാമം പ്രണാമം പ്രണാമം. ആകാശത്തിനപ്പുറത്തേക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ സ്വപ്നത്തിലേക്ക് അഗ്നിച്ചിറകുകൾ വെച്ച് എങ്ങനെ പറന്നുയരാം എന്ന് നമ്മെ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം സദാസമയം ഖുർആന്റെയും രാമായണത്തിന്റെയും ഭഗവത്ഗീതയുടെയും ബൈബിളിന്റെയും സൂക്തങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്ന തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം ലാളിത്യത്തിന്റെ മകുടോദാഹരണമായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ ചെറിയ ചുമടെടുത്തും പത്രം വിറ്റും ഏത് തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് നമ്മെ കാണിച്ചു തന്നുകൊണ്ട് തന്റെ വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് കണ്ടെത്തിയ മഹാൻ. നമുക്കറിയാം, വളരെ കുറച്ചു പേരെ മാത്രം പ്രചോദിപ്പിക്കുന്നവരും ഒരു സമൂഹത്തെ മുഴുവനായി പ്രചോദിക്കുന്നവരുമുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം 2ാമത് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു. അദ്ദേഹം ശാസ്ത്രജ്ഞനും അതിലുപരി നല്ല അധ്യാപകനുമായിരുന്നു. ചിന്തയുടെയും അറിവിന്റെയും അതിനു മുകളിൽ ആത്മവിശ്വാസത്തിന്റെയും ശക്തിയിൽ വിശ്വസിക്കാൻ അദ്ദേഹം എന്നും യുവതലമുറയെ പ്രചോദിപ്പിക്കുമായിരുന്നു. ആളുകൾക്ക് അദ്ദേഹം പ്രിയങ്കരനായത് ശാസ്ത്രലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിലാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്കൊരു പാഠ്യപുസ്തകമാണ്. പ്രചോദനം നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇന്ത്യയെ എല്ലാ രംഗത്തിലും മികവിന്റെ ഉന്നതിയിലെത്തിക്കുക എന്ന നിയോഗം ഏറ്റെടുത്തതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ജീവിതവും. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നൽകിയ ചില പാഠങ്ങൾ നോക്കാം. ജീവിതം പലപ്പോഴും നാം നിശ്ചയിക്കുന്ന രീതിയിലായിരിക്കുകയില്ല സഞ്ചരിക്കുന്നത്. ചില സമയങ്ങളിൽ അത് സ്വന്തം വഴി തിരഞ്ഞെടുക്കുകയും നാം അത് ഉൾക്കൊള്ളേണ്ടതായി വരും. വിജയവും പരാജയവും ഒരു നാണയത്തിന്റെ ഇരുപുറം പോലെ തന്നെയാണ് ജീവിതത്തിലും. അതിനാൽ എന്തൊരു പ്രതിസന്ധി വന്നാലും നാം നേരിടാൻ സജ്ജരായിരിക്കണം. അബ്ദുൽ കലാമിൽ നിന്നും ഉൾക്കൊള്ളേണ്ട മറ്റൊരു പാഠം വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ധൈര്യം ഉണ്ടാവുക എന്നതാണ്. നിങ്ങൾ ഒരു രാജ്യത്തിന്റെ തലവനാണെങ്കിൽ കൂടി വിനയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നന്ദി. ജീവിതം നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. ആ സ്വപ്നങ്ങൾക്ക് പിന്നാലെ അഗ്നിച്ചിറകുകളുമായി നാം പറന്നുയരണം. അസാധ്യമായ എന്തിനെ സാധ്യമാക്കാനുള്ള ഒരു മനോധൈര്യം ഉണ്ടാവണം. ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും അർപ്പണബോധവും വിനയവും കൈമുതലായി ഉണ്ടാവണം. തോൽവികളെ അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാവണം. വിജയവും പരാജയവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ആർക്കും സങ്കല്പിക്കാനാകാത്തത്ര കടുത്ത പോരാട്ടം നടത്തണം. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തും വരെ അത് നിർത്തരുത്. നിങ്ങളെ തന്നെ നേടുകയാണ് ലക്ഷ്യം. അതിന് പ്രധാനമായി 4 ഉപകരണങ്ങൾ വേണം. 1. അറിവ് നേടണം. 2. ലക്ഷ്യം നിശ്ചയിക്കണം. 3. കഠിനമായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. 4. സ്ഥിരോത്സാഹത്തോടെയുള്ള പിന്തുടരൽ വേണം. ഇവയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് നമുക്ക് പറന്നുയരുവാൻ സാധിക്കുകയുള്ളൂ.
ജീവിതം ഒരു ബുദ്ധിമുട്ടുള്ള കളിയാണ്. ഒരു വ്യക്തിയായി വളരുവാനുള്ള നിങ്ങളുടെ ജന്മാവകാശത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ ജയിക്കാനാവൂ. ജാതിമത ചിന്തകൾ ഉപേക്ഷിച്ചാൽ ലോകം മുഴുവനും നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ്. സ്വഭാവം സുന്ദരമായാൽ കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും. കുടുംബത്തിലെ ഐക്യം രാജ്യത്തിൽ അച്ചടക്കം ഉണ്ടാക്കും. രാജ്യത്തിലെ അച്ചടക്കവും ക്രമവും ലോകത്തിന് സമാധാനമേകുകയും ചെയ്യും. APJ അബ്ദുൽ കലാം എന്ന ആ മഹത് വ്യക്തിക്ക് 1000 പ്രണാമം. ഇന്ന് ഈ സെമിനാറിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കൂടെ എപ്പോഴുമുള്ള ഞങ്ങളുടെ അധ്യാപകർക്കും 1000 നന്ദി അറിയിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, ഈ സെമിനാറിന്റെ അവസാനം നിങ്ങൾക്ക് നമ്മുടെ കുട്ടിക്കല കുമാരി വന്ദനയോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും മാതാപിതാക്കൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് ചോദ്യങ്ങൾ ചോദിക്കണം. പുതുതലമുറയ്ക്ക് അങ്ങേക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സത്യസന്ധതയും നന്മയുമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കണമെന്നായിരുന്നു ആ മഹത് വ്യക്തിയുടെ ആഗ്രഹമെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതിനായി എല്ലാവരും തന്റെ രാജ്യത്തെയും തന്റെ കുടുംബത്തെയും അകമഴി സ്നേഹിക്കുക, നല്ല പൗരന്മാരായി വളരുക. എന്നിവിടെ മൗണ്ട് കാർമലിലെ കലാമായി മാറിയ കൊച്ചുമിടുക്കിക്ക് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം എന്നറിയുവാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട്. ശാസ്ത്രലോകത്തേക്ക് കുതിച്ചുയരാനാണോ അതോ മറ്റു മേഖലകളിലേക്ക് പോകാനാണോ താല്പര്യം? തീർച്ചയായും ആ മഹത് വ്യക്തിയുടെ പാദം പിന്തുടർന്ന് ശാസ്ത്രജ്ഞയാവാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. കൂടാതെ നമ്മുടെ എല്ലാ അധ്യാപകരും പോലെ തന്നെ ഒരു മാതൃക അധ്യാപകയായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സെമിനാറിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ വന്ന ഒരു ചിന്തയോടുകൂടി ആയിരിക്കില്ല നമ്മൾ തിരിച്ചു പോകുന്നത് എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് അബ്ദുൽ കലാംജിയെ നമ്മൾ ഇപ്പോഴും ഇത്രയും സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ ഓർക്കുന്നത് സ്മരിക്കുന്നത് എന്ന് ഏകദേശം എല്ലാവർക്കും തന്നെ നല്ല ഒരു ധാരണ ഈ സെമിനാറിലൂടെ ഈ കുട്ടികൾ നടത്തിയ കൊച്ചു കൊച്ചു ആശയങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെമിനാറിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയാൻ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരി കൃഷ്ണപ്രിയയെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനിയായ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജീൻ, വിശിഷ്ട അതിഥി ശ്രീ അബ്ദുൽ കലാം സർ, മൗണ്ട് കാർമലിന്റെ സ്വന്തം അബ്ദുൽ കലാം ജി, ബഹുമാന്യരായ അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന് നമ്മെ പഠിപ്പിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ ഓർമ്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി കൃതജ്ഞത പറയുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ആദ്യമായി ഇന്ന് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിനെ ധന്യമാക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന അബ്ദുൽ കലാം സാറാണ്. സാമൂഹ്യ പ്രവർത്തകൻ, പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അധികാരി, വാണിജ്യ പ്രമുഖൻ, സ്വിമ്മിംഗ് കോച്ച് എന്നീ മേഖലയിൽ തന്റെ കഴിവുകൾ ഊർജ്ജസ്വലതയോടും ആത്മവിശ്വാസത്തോടും കൂടി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ കാലമായി മൗണ്ട് കാർമൽ HSSന്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട കരുതലും സ്നേഹവും തന്ന സാറിന് നന്ദിയുടെ 1000 നറുപുഷ്പങ്ങൾ നേരുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ വളരെയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സാറിന് വളരെ അധികം നന്ദി. മൗണ്ട് കാർമലിലെ ഓരോ കുട്ടികൾക്കും സ്നേഹത്തിന്റെയും കരുതലിന്റെയും കുളിർജലം തളിച്ച് നമ്മെ തളിർക്കുവാനും പുഷ്പിക്കുവാനും പഠിപ്പിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജെയിൻ ആണ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംശയങ്ങൾ തീർത്ത് ഞങ്ങളുടെ നടപ്പാതയിൽ വെളിച്ചം പകർന്നു തന്ന് എന്തിനേറെ സമസ്ത താലങ്ങളിൽ നിർലോഭമായ പിന്തുണയും പരിഗണനയും തന്നുവരുന്ന സിസ്റ്ററിന് ഹൃദയത്തിന്റെ ഭാഷ
ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഏതൊരു കാര്യവും വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി ഏറ്റെടുക്കുന്ന നമ്മുടെ സ്വന്തം APJ അബ്ദുൽ കലാമായി മാറിയ വന്ദന ചേച്ചിക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പൊരിവെയിലത്ത് വാടി തളർന്നു പോകാതെ ഒരു നല്ല പൂന്തോട്ടത്തിലെ ഭംഗിയുള്ള പുഷ്പങ്ങളാക്കി ഓരോ കുട്ടികളെയും വാർത്തെടുക്കുന്ന അധ്യാപകരാണ് നമുക്കുള്ളത്. സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ ചടങ്ങ് ഈ സാഹചര്യത്തിൽ ഇത്രയും മനോഹരമായി നടത്തിയ അധ്യാപകർക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ വിവിധ തരം പരിപാടികൾ അവതരിപ്പിച്ച 16 വിദ്യാർത്ഥികൾക്കും അവരെ പരിശീലിപ്പിച്ച രക്ഷിതാക്കൾക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. മൗണ്ട് കാർമലിൽ നിന്ന് കിട്ടുന്ന നന്മയുടെ വേരുകൾ ആഴത്തിലിറങ്ങി കുഞ്ഞു കുഞ്ഞു ചിരാതുകളായി ഉയർന്ന് ആകാശമുട്ടെ വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കലാം ഡേയോടനുബന്ധിച്ച് നമ്മളിന്ന് സംഘടിപ്പിച്ച കാർമലിലെ കലാം സെമിനാർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്നിവിടെ ഈ സെമിനാറിന് എത്തിച്ചേർന്ന എല്ലാ പ്രിയ മാതാപിതാക്കൾക്കും അവരെ കുട്ടികൾക്കും അതുപോലെ അധ്യാപകർക്കും അബ്ദുൽ കലാം സാറിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി